ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുർആനിലെ സയൻറ്റിഫിക്കലായിട്ടുള്ള ഫാക്റ്റുകളെ പറ്റിയാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഖുർആനിൽ ഭൂമിക്ക് തുല്യമായിട്ട് മറ്റു ഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ടോ? അത് ഇന്നും ശാസ്ത്രലോകം ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഖുർആൻ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. സൂറത്ത് ത്വലാഖിലെ 12-ാമത്തെ ആയത്ത്, അള്ളാഹു 7 ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായത് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിക്ക് തുല്യമായത് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഭൂമിക്ക് സമമായിട്ടുള്ളൊരു ഗ്രഹമായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ആധുനിക ശാസ്ത്രം വളരെയധികം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇത് കണ്ടുപിടിച്ചേക്കാം. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് ഖുർആൻ എന്താണെന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ ഈ 30-ാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നത്? ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നീട് നാം അതിനെ വേർപ്പെടുത്തുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഈ വേർപ്പെടുത്തുകയുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? സൂര്യൻ്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് പിന്നീട് എന്താണ് ഭൂമി മറ്റു ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഖുർആനും പറയുന്നത്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതല്ല, അത് ഈ ബഹിരാകാശത്തിൽ നിന്നും അത് ഈ ഗ്രഹങ്ങളുടെയൊക്കെ എന്താണ് ഉൽക്കകളൊക്കെ വന്ന് പതിച്ച് അങ്ങനെ ഉണ്ടായതെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഖുർആൻ അദ്ധ്യായം 57-25 ഇതിൽ അള്ളാഹു പറയുന്നത് ഇരുമ്പിനെ ആകാശത്ത് നിന്ന് ഇറക്കി എന്നാണ് പറയുന്നത്, അല്ലാതെ ഭൂമിയിൽ ഉണ്ടായത് എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതും തന്നെ ഒരു സയൻറ്റിഫിക്കൽ ഫാക്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നാം ഉണ്ടായത്? അപ്പോൾ ഖുർആൻ മനുഷ്യൻ്റെ ഓരോ ഭ്രൂണത്തിൻ്റെ ഓരോ സ്റ്റേജുകളെ പറ്റി പറയുന്നുണ്ട്, എംബ്രോളജിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ആദ്യം കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്, പിന്നീട് ഒരു ബീജത്തിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നു, പിന്നീട് നാം ആ ബീജത്തെ ഒരു ഭ്രൂണമാക്കി മാറ്റിയെന്ന് പറയുന്നുണ്ട്, പിന്നീട് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി എന്ന് പറയുന്നു, പിന്നെ ഈ മാംസപിണ്ഡത്തിന് അസ്ഥികളാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഒരു മനുഷ്യൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത വലിയൊരു പ്രതിഭാസമായിട്ടാണ്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. നമുക്കറിയാം, സമുദ്രം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ സമുദ്രത്തിനെ പറ്റി, ഓഷനോഗ്രഫിയെ പറ്റി ഖുർആൻ എന്താണ് മെൻഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അള്ളാഹു സൂറത്തു റഹ്മാനിൽ 19-20 ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. 2 കടലുകളെ, ജലാശയങ്ങൾ തമ്മിൽ ചേരാത്തക്ക വിധം അവൻ അയച്ചു വിട്ടിരിക്കുന്നു. അതായത് അവർക്ക് രണ്ടുക്കും ഇടയിൽ ഒരു തടസ്സമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹ്റൈനിൽ പോയാൽ നമുക്ക് ഈ പ്രതിഭാസം ശരിക്കും കാണാൻ പറ്റും. ഉപ്പ് രസമുള്ളതും പിന്നെ അതുപോലെ തന്നെ നോർമലായിട്ടുള്ള വാട്ടറും അവ രണ്ടൊന്നാലും കൂടിക്കലരാത്തൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഈ പ്രതിഭാസം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ശരിയായൊരു ഉത്തരം ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ലോകത്ത് 2 സിദ്ധാന്തങ്ങളാണുള്ളത്. ഒന്ന് പാൻസ്പെർമിയൻ സിദ്ധാന്തം, പിന്നെ അതുപോലെ തന്നെ രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ രാസപരിണാമ സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, അതുപോലെ തന്നെ പ്രോകാരിയോട്ടുകൾ, യൂക്കാരിയോട്ടുകൾ, അമീബ, അങ്ങനെ ഒരുപാട് പരിണാമത്തിന് ശേഷമാണ് ഭൂമിയിൽ ഓരോ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഖുർആൻ എന്താണെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സൂറത്ത് നൂറിൽ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് പറയുന്നു. പിന്നീട് അത് എഞ്ഞു പോകുന്നവയും അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ വിരലടയാളം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതും മരിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതും എല്ലാവരുടെയും ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമാണ്. ആരുടെയും ഫിംഗർ പ്രിൻറ്റ് ഒന്നല്ല എന്ന്. ഇത് വളരെയധികം വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഖുർആൻ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഖുർആനിൽ സൂറത്തുൽ ഖിയാമ 4-ാമത്തെ ആയത്തിൽ പറയുന്നത്, അവൻ്റെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിയുന്നവരാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിരൽത്തുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രതിഭാസമാണ്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും വിരൽത്തുമ്പ് വ്യത്യസ്തമാണ്.
അതിനി ലോകത്ത് ജീവിച്ചിരിക്കുന്നതാവട്ടെ മരിച്ചവരാവട്ടെ വരാൻ പോകുന്നവരാവട്ടെ എല്ലാവരുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ ഇതിനെക്കുറിച്ചാണ് ഖുർആൻ ഇതിൽ പ്രതിപാദിക്കുന്നത്. ആധുനിക സസ്യശാസ്ത്രം ബോട്ടണി വികസിച്ചിട്ട് വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. ഏതാണ്ട് ഒരു 18-19 നൂറ്റാണ്ടുകളിലാണ് ഇതിൻ്റെ ഗവേഷണമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഖുർആൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ ആണും പെണ്ണുമുണ്ട്, അതുപോലെ തന്നെ അതിലെ പ്രത്യുൽപാദനം, അതിൽ കുറിച്ച് വിത്ത് മുളക്കുന്നതിനെ പറ്റിയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താണ് പറയുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. സൂറത്ത് ത്വാഹ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സസ്യങ്ങളിൽ ആണുണ്ട് പെണ്ണുണ്ട്, പിന്നെ അതിൻ്റെ പ്രത്യുൽപാദനത്തിനെ പറ്റിയും ജലസേചനത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഖുർആൻ ഇതിനെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സംഹാരികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ചില പ്രവചനങ്ങളെ പറ്റി പറയുന്നുണ്ട്, റോമൻ സാമ്രാജ്യം, പിന്നെ അതുപോലെ ഇസ്രായേലിൻ്റെ രൂപീകരണം, ഇതിനെപ്പറ്റിയൊക്കെ ഖുർആൻ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.